എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. ഇതൊരു ഓണത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാവരും പലതരത്തിലുള്ള പായസങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾക്കിന്നിവിടെ ഒരു ജീവനുള്ള പായസം, അതായത് കണ്ണിന് നമ്മൾ നോക്കുമ്പോൾ നല്ല നിറമുണ്ട്, അതോടൊപ്പം തന്നെ അതിന് ജീവനുണ്ട്, അതോടൊപ്പം തന്നെ നല്ല രുചികരമാണ്, ആരോഗ്യത്തിന് ഉത്തമവുമാണ്. ഇന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ? ആദ്യമായി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് തൊലി പൊളിച്ച് അത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം തേങ്ങയുടെ നല്ല കുറുകനെയുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു. പിന്നീട് ഇത് സ്മാഷ് ചെയ്യുന്നു. അല്പം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ക്രഷ് ചെയ്ത് ഇതിനെ നന്നായി ലയിപ്പിച്ചെടുത്തിരിക്കുന്നു. അതിലേക്ക് വീണ്ടും ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്താണ് സാധാരണ പായസത്തിന് ഉപയോഗിക്കുക. നന്നായി നമ്മൾ പായസം കുടിക്കുമ്പം എന്തെങ്കിലും ഒന്ന് കടിക്കണ്ടേ, നമുക്കൊന്ന് ചവച്ചരയ്ക്കാൻ, ഒന്ന് കടിച്ച് കറുമുറ കടിക്കാൻ. അതിനായിട്ട് നല്ല ആപ്പിള് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നു. നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളതാണ് ഇത് എള്ള് മുളപ്പിച്ചതാണ്. സാധാരണയായി പായസങ്ങൾക്ക് ചേർക്കുന്നത് എള്ള് നെയ്യിൽ വറുത്തായിരിക്കാം. ഇത് നമ്മൾ എള്ള് മുളപ്പിച്ച് അതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. നമ്മൾക്കറിയാമല്ലോ, എള്ള് ഏറെ കാൽസ്യവും ഏറെ മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ്. നവധാന്യങ്ങളിലൊന്നാണ് എള്ള്. നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് ഈന്തപ്പഴമാണിത്. ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ആവശ്യത്തിന് മധുരം നമ്മൾക്ക് വേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈന്തപ്പഴം ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഏറെ ഗുണങ്ങൾ നൽകുന്ന, മധുരവും അതുപോലെ തന്നെ അയണും കാൽസ്യവും ഒക്കെ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് ഈന്തപ്പഴം. അടുത്തതായി നമുക്ക് അല്പം മാതള നാരങ്ങ പൊളിച്ചത് ഇതിനോടൊപ്പം ചേർക്കാം. ഇത് മുകളിൽ ഇങ്ങനെ വിതറിയിടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. നട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. ഇത് കാഷ്യൂനട്ടാണ്. ഇത് നമുക്ക് അല്പം ആവശ്യത്തിന് നമുക്ക് വിതറി ഇതിനോടൊപ്പം ചേർക്കാം. പായസത്തിൻ്റെ ഏറെ രുചി കൂട്ടുന്ന ഒന്നാണ് മധുരം. അതിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ജീവനുള്ള പായസത്തിന് തേനാണ് ഉപയോഗിക്കുക. നാവിൻ്റെ രുചി മാത്രം കാണുന്ന ഈ കാലഘട്ടത്തിൽ ശരീരത്തിന് പോഷകപ്രധാനമായ വസ്തുതകൾ കൂടി നമുക്ക് കൊടുക്കണ്ടേ? അതിനായി ഈ ആരോഗ്യ പായസം നമുക്ക് തയ്യാറാക്കാം.